റാപ്പർ വേടന് പോലീസ് സംരക്ഷണം നൽകിയിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. വേടൻ ഒളിവിലാണെന്നും രാജ്യം വിടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലുള്ളതിനാലാണ് അറസ്റ്റിലേക്ക് കടക്കാത്തതെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു. വേടൻ ഇപ്പോൾ എബ്സ്കോണ്ടിങ് ആണ്. അപ്പോൾ അവർ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിട്ടുണ്ട് കുറേ ദിവസം മുമ്പ്. അത് കോടതിയുടെ പണികളിലാണ്. അപ്പോൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ മറ്റ് അതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടികൾ. പോലീസ് അവരുടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. മറ്റ് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്കി കേസിലുള്ള അന്വേഷണം പ്രോപ്പറായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള എവിഡൻസ് ശേഖരിക്കുക, സാക്ഷികളെ കണ്ടു ചോദിക്കുക എന്ന കാര്യങ്ങളെല്ലാം സജീവമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, ഈ വേടനെ പോലീസ് സംരക്ഷിക്കുകയാണ് എന്ന ആരോപണങ്ങൾക്കാണല്ലോ ഇപ്പോൾ പുട്ട വിമലാദിത്യ മറുപടി നൽകിയിരിക്കുന്നത്. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടാവുകയും ചെയ്തു. എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? എന്തുകൊണ്ടാണ് പോലീസ് ഇതുപോലൊരു ആക്ഷേപം നേരിടുന്നത്? ഗോപികൃഷ്ണൻ, ജൂലൈ 31 വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസമായി ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിനിടയിൽ പോലും അല്ലെങ്കിൽ അതിനുശേഷവും ഈ കേസെടുക്കാനൊക്കെ ഒരുപാട് സമയമെടുത്തു കോടതി. അതിനിടയിലും വേടനെ ലൊക്കേറ്റ് ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല. പോലീസ് വേടന് മനഃപൂർവ്വം സംരക്ഷണം ഒരുക്കിയെന്നുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അതിനാണിപ്പോൾ പുട്ട വിമലാദിത്യ മറുപടി നൽകിയിരിക്കുന്നത്. വേടന് ഒളിവിലാണ്, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുന്നതിന് പോലീസിന് പരിമിതികളുണ്ട്. എന്നാൽ രാജ്യം വിടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു. മറ്റൊരു കാര്യം, വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇന്നലെ ഹൈക്കോടതി അതിൽ ചില പ്രത്യേക പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇന്നും വാദം കേൾക്കും. അതിൽ ഇന്ന് പരാതിക്കാരി തന്റെ ഭാഗം പൂർണ്ണമായും പറയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പ്രോസിക്യൂഷനും അവരുടെ നിലപാട് വ്യക്തമാക്കും. ഇന്ന് വേടനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസമാണ്. ഇതിൽ ഇന്നായിരിക്കും ഒരുപക്ഷെ ഈ ജാമ്യ ഹർജിയിന്മേൽ എന്ന് വിധിയുണ്ടാകും എന്ന കാര്യത്തിലൊരു തീരുമാനം എടുക്കുക. വിധി ഉണ്ടാകുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് ഇന്നലെ കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേടനെ സംബന്ധിച്ച് അതിനിർണായകമായ ഒരു ദിവസമാണ്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസിന് ആരോപണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പോലീസ് പറയുന്നത് വേടൻ ഒളിവിലാണ് എന്നതാണ്. അതേസമയം തന്നെ വേടൻ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷന്മാരുള്ള ഒരു തീർപ്പ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികളിൽ വ്യക്തത ഉണ്ടാകാൻ പോകുന്നത്. അതുവരെ വേടനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് കോടതി ഇന്നലെ വാക്കാൽ പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. വിഷ്ണു സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നമ്മളുമായി.